Thy kingdom come. ഇനിയും പുറം ലോകം കാണുവാൻ എനിക്ക് കഴിയുമോ? രാജ്യദ്രോഹമാണല്ലോ റോമൻ അധികാരികൾ എന്നിൽ ചുമത്തിയ കുറ്റം. മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ശരീരത്തിൽ ആണികൾ അടിച്ചു കയറ്റി മരക്കുരിശിൽ തൂങ്ങിക്കിടന്നുള്ള ദാരുണമായ മരണം എന്നെ ഭയപ്പെടുത്തുന്നു. മരണത്തിന്റെ മാലാഖമാർ എന്നിൽ ദുസ്വപ്നങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തടുത്ത് വരുന്ന കാൽപെരുമാറ്റങ്ങൾ ഹൃദയമിടിപ്പിനെ വർദ്ധിപ്പിക്കുന്നുണ്ടല്ലോ. തടവുമുറിയുടെ ഇരുമ്പുവാതിൽ തുറക്കുന്ന കറകറ ശബ്ദം മരണത്തിന്റെ അറപ്പുള്ള ഗന്ധത്തെ ഓർമ്മിപ്പിക്കുന്നു. കാവൽക്കാർ എങ്ങോട്ടാണ് എന്നെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നത്? പെസഹാ ദിനത്തിലെ ഈ യാത്ര എന്റെ മരണത്തിലേക്കോ അതോ സ്വാതന്ത്ര്യത്തിലേക്കോ? ജനക്കൂട്ടത്തിന്റെ ആരവം ഉയർന്നുയർന്നു വരുന്നത് കേൾക്കാം. അസ്വസ്ഥനായി കാണപ്പെട്ട പീലാത്തോസിന് ചുറ്റും ക്ഷുഭിതരായി നിൽക്കുന്ന യഹൂദ നേതാക്കളാണ്. തീർച്ചയായും അരുതാത്തത് എന്തോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. വിസ്താര സ്ഥലത്ത് വീണ് കിടക്കുന്ന സാധു മനുഷ്യന്റെ മുഖത്ത് തുപ്പുകയും അസഭ്യം പുലമ്പുകയും ചെയ്യുന്ന പടയാളികൾ. ചാട്ടവാറടിയിൽ ചിതറിത്തെറിച്ചു വീണ നനവിന് രക്തത്തിന്റെ ഉപ്പുരസം. ചാരനിറമുള്ള കണ്ണുകളിലൂടെ രക്തം ഒഴുകിയിറങ്ങുമ്പോഴും അദ്ദേഹം പക്ഷേ ശാന്തനാണല്ലോ. തവിട്ടു നിറമുള്ള മുടികളെ തുളച്ചു കയറിയ മുൾക്കിരീടത്തിൽ പടയാളികൾ വീണ്ടും വീണ്ടും മർദ്ദിക്കുന്നു. ചുളിവുകളോ പാടുകളോ ഇല്ലാത്ത ഇളം ചുവപ്പ് മുഖമുള്ള ആ തേജസ്വി ആരാണ്? ജനക്കൂട്ടത്തിന്റെ നിലവിളി ശബ്ദം കാതുകളിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്നു. ക്രിസ്തുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടയക്കുക. ക്രിസ്തുവിനെ ക്രൂശിക്കുക, ബറാബാസിനെ വിട്ടയക്കുക. ഓ, നസ്രത്തിലെ യേശു ക്രിസ്തു, മരിച്ചവരെ ഉയർപ്പിച്ച സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രവാചകൻ, ഒരിക്കലും ചിരിക്കാത്ത, ജനങ്ങൾക്ക് വേണ്ടി മാത്രം കരയുന്നവനെ കേട്ടിട്ടുണ്ടെങ്കിലും കാണുന്നത് ആദ്യമാണ്. ക്രിസ്തുവിൽ കുറ്റമില്ലെന്ന് പറയുമ്പോഴും പീലാത്തോസ് പക്ഷേ കൈ കഴുകുകയാണല്ലോ. നിങ്ങൾക്ക് ക്രിസ്തുവെന്ന യേശുവിനെ വേണോ, ബറാബാസ് എന്ന കൊടും കുറ്റവാളിയെ വേണോ? സത്യത്തിന്റെ പ്രവാചകന് മരണമൊരുക്കാനുള്ള പീലാത്തോസിന്റെ തന്ത്രം കൊള്ളാം. ബറാബാസിനെ വിട്ടയക്കുക, യേശുവിനെ ക്രൂശിക്കുക. കൊലപാതകിയുടെ മോചനത്തിനായി നിലവിളിക്കുന്ന കോമാളി കൂട്ടങ്ങളുടെ ആരവത്തിൽ അധികാരികൾ സന്തുഷ്ടരാണ്. പ്രഭോ, കൊലപാതകിയായ എനിക്കു വേണ്ടിയല്ലേ അങ്ങ് ഈ വേദനകൾ ഏറ്റുവാങ്ങുന്നത്? സ്വാതന്ത്ര്യത്തിന്റെ ഈ സൂര്യ വെളിച്ചം പക്ഷേ എന്റെ കണ്ണുകളിൽ ഇരുട്ടിനെ സൃഷ്ടിക്കുന്നത് അങ്ങ് അറിയുന്നുണ്ടോ? അഴിഞ്ഞു വീഴുന്ന സ്വാതന്ത്ര്യത്തിന്റെ ചങ്ങലകൾ പക്ഷേ എന്റെ മനസ്സിനെ ബന്ധനസ്ഥനാക്കുന്നത് അങ്ങ് അറിയുന്നുണ്ടോ? അങ്ങയുടെ ദേഹത്ത് പതിക്കുന്ന ചാട്ടവാറടികൾ എന്റെ മനസ്സിലുണ്ടാക്കുന്ന മുറിവുകൾ അങ്ങ് അറിയുന്നുണ്ടോ? എനിക്ക് ഈ സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട. കുരിശുമരണത്തിന് ഏറ്റവും അനുയോജ്യൻ ഞാൻ മാത്രമാണ്. ഹേ പീലാത്തോസ്, അധികാരത്തിനു വേണ്ടി പാപം ചെയ്യുന്ന താങ്കൾക്ക് കാലം
ഒരിക്കലും മാപ്പ് തരില്ല. തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ഭരണാധികാരിയായി തീർച്ചയായും ലോകം നിങ്ങളെ കുറ്റപ്പെടുത്തും. തെറ്റുകൾ തിരുത്താൻ ഇനിയും അമാന്തിക്കരുത്. ദയവായി എന്നെ ക്രൂശിക്കുക. നിരപരാധിയായ അദ്ദേഹത്തെ വെറുതെ വിടുക. താങ്കൾ നൽകിയ ഈ സ്വാതന്ത്ര്യം എനിക്ക് മുൾക്കിരീടത്തേക്കാൾ അപമാനകരമാണ്. എന്റെ അഭ്യർത്ഥന പക്ഷേ ആൾക്കൂട്ടത്തിന്റെ നിലവിളിയിൽ ഒടുങ്ങിയിരിക്കുന്നു. വഴിയിൽ വലിച്ചിഴക്കപ്പെടുന്ന ദൈവപുത്രനെ നോക്കി ഞാൻ നിസ്സഹായതയോടെ നിന്നു. മരക്കുരിശുമായി തെരുവിൽ വീണുകിടക്കുമ്പോൾ എന്തിനാണ് പക്ഷേ അദ്ദേഹം എന്നോട് ചിരിച്ചത്? രചന സുരേഷ് മാഞ്ചസ്റ്റർ. അവതരണം ആൻസി സേവ്യർ.